إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى رسول الله صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചത് ഫിത്നയുടെ സന്ദർഭത്തിൽ സത്യവിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ഫിത്നയുടെ സന്ദർഭങ്ങളിലും അല്ലാത്ത സന്ദർഭങ്ങളിലും സത്യവിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് പ്രാർത്ഥന എന്നുള്ളത്, ദുആ എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഫിത്നയുടെ സന്ദർഭത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നു, തഅബ്ബദു മിനല്ലാഹി മിനൽ ഫിതൻ. അല്ലാഹുവിനോട് നിങ്ങൾ ഫിത്നയിൽ നിന്നുള്ള രക്ഷ തേടണം. മാ വഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷമായതാകട്ടെ പരോക്ഷമായതാകട്ടെ ഏത് ഫിത്നയിൽ നിന്നും നിങ്ങൾ അല്ലാഹുവിനോട് തഅബ്ബദു ബില്ലാഹി മിനൽ ഫിതൻ മാ വഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷത്തിലുള്ള ഫിത്നയാകട്ടെ അല്ലാത്ത ഫിത്നയാകട്ടെ നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടണം, അല്ലാഹുവിനോട് ചോദിക്കണം രക്ഷ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു. ആ സമയത്ത് സഹാബത്ത് പറഞ്ഞു, നഊദു ബില്ലാഹി മിനൽ ഫിതൻ മാ വഹറ മിൻഹാ വമാ ബതൻ. അല്ലാഹുവിനോട് ഞങ്ങൾ രക്ഷ തേടുന്നു, പ്രത്യക്ഷമായ ഫിത്നയാകട്ടെ പരോക്ഷമായ ഫിത്നയാകട്ടെ അതിൽ നിന്നൊക്കെ ഞങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു എന്ന് സഹാബത്ത് ഒന്നടങ്കം പറയുകയും ചെയ്തു, പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇങ്ങനെ ഫിത്നയുടെ ഘട്ടങ്ങളിലാകട്ടെ അല്ലാത്ത സന്ദർഭങ്ങളിലാകട്ടെ അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഇസ്ലാം വലിയ ശ്രേഷ്ഠതകളാണ്, വലിയ മഹത്വങ്ങളാണ് പ്രാർത്ഥന എന്ന് പറയുന്ന ഇബാദത്തിന് നൽകിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഫളായിലുകൾ, ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് മഹത്വങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ കൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഒരുപാട് സന്ദർഭങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ അഅറാഫിൽ പറഞ്ഞു, വദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. വണക്കം അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്, അത് മുഖേന നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പല രൂപത്തിൽ അല്ലാഹു തആല അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം കൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും. പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത അത് കാണിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പന വന്ന വിഷയമാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഹദീസ്, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് ഇബാദത്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, അഫ്ദലുൽ ഇബാദതി ഹുവ അദ്ദുആ. ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഏറ്റവും അഫ്ദലായിട്ടുള്ള ഒരു ഇബാദത്താണ് പ്രാർത്ഥന എന്ന് നമ്മൾ മനസ്സിലാക്കണം.
മാത്രമല്ല അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹു തആല പറയാണ് ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുകും, നിന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഉദ്ഊനി, എന്നോട് ദുആ ചെയ്യണം, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകും ഞാൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹുവിന്റെ കൽപ്പന വന്നിട്ടുള്ള വിഷയമാണ്. മാത്രമല്ല ആയത്തിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞു ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ആരെങ്കിലും എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് അഹങ്കാരം കാണിക്കുന്നുവോ അവൻ നിന്ദനായിക്കൊണ്ട്, അത്തരം ആളുകൾ നിന്ദരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷൗഖാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കിബറിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം അല്ലാഹു തആല എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? എനിക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങൾ മാറി നിന്നാൽ, നിങ്ങൾ അഹങ്കാരം കാണിച്ചാൽ നരകത്തിൽ പ്രവേശിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ദുആയിൽ നിന്ന് ആരെങ്കിലും മാറി നിന്നാൽ അത് അഹങ്കാരമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് പറയുകയാണ് വൽ ആയത്തുൽ കരീമതു ദല്ലത അലാ അന്ന ദുആ മിനൽ ഇബാദ. ഈ ആയത്ത് അറിയിക്കുന്ന കാര്യമാണ് പ്രാർത്ഥന അത് ഇബാദത്താണെന്ന് ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. ഫഇന്നഹു സുബ്ഹാനഹു വതആല അമറ ഇബാദഹു അൻ യദ്ഊഹു. മാത്രമല്ല അല്ലാഹു തആല തന്റെ അടിമകളോട് കൽപ്പിച്ചു അവനോട് പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം. ثم قال, എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് ആരാണോ അഹങ്കാരം കാണിക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥം ഫഅഫാദ ദാലിക അന്ന ദുആ ഇബാദത്തുൻ, പ്രാർത്ഥന ഇബാദത്താണെന്ന് കിട്ടി. മാത്രമല്ല വഅന്ന തർക ദുആഇ റബ്ബി ഇസ്തിക്ബാറുൻ, റബ്ബിനോടുള്ള ദുആ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല ഒരുത്തൻ, അത് അഹങ്കാരമാണ് എന്നുള്ളതും ഈ ആയത്തിൽ നിന്ന് കിട്ടി. കാരണം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത് അഹങ്കാരമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്നുള്ളതാണ് ഇമാം ഷൗഖാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ ആളുകൾ 3 രൂപത്തിലാണ് എന്ന് ഉലമാക്കൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സമാനമായ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിലൊന്ന് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ മുവഹിദുകളാണ്. അങ്ങനെയാണ് നമ്മൾ ആകേണ്ടത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അല്ലാഹുവിന് പുറമെയുള്ള അല്ലാഹുവിന്റെ സൃഷ്ടികളോടും പ്രാർത്ഥിക്കും, അവർ മുശ്രിക്കുകളാണ്. ഇതൊരിക്കലും ഇസ്ലാം അംഗീകരിച്ച കാര്യമല്ല. നമ്മൾ അതിന്റെ അപകടം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ ആരോടും പ്രാർത്ഥിക്കൂല, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിലും അവർക്ക് യാതൊരു ശ്രദ്ധയില്ല, ആരോടും അവർ പ്രാർത്ഥിക്കൂല. ദുആ എന്ന് പറയുന്ന, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു അമൽ അവരുടെ ജീവിതത്തിലേ ഇല്ല. അതാണ് മൂന്നാമത്തെ വിഭാഗം ആളുകൾ. അവർ അഹങ്കാരികളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആരെങ്കിലും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ അവൻ അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊരു ശ്രേഷ്ഠത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈസ ശൈഉൻ അക്രമ അലല്ലാഹ് മിനദ് ദുആ, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി അസ്സ വജല്ല മിനദ് ദുആ. പ്രാർത്ഥനയേക്കാൾ അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും അക്രമായിട്ടുള്ള, ഏറ്റവും ആദരണീയമായിട്ടുള്ള മറ്റൊന്നില്ല എന്നുള്ളതാണ്. പ്രാർത്ഥനയേക്കാൾ ആദരണീയമായിട്ടുള്ള, അക്രമായിട്ടുള്ള ഒന്നും അല്ലാഹുവിന്റെ അടുത്തില്ല. ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി മിനദ് ദുആ. പ്രാർത്ഥനയേക്കാൾ ആദരണീയമായിട്ടുള്ള ഒരു കാര്യവും അല്ലാഹുവിന്റെ അടുത്തില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദരണീയമായിട്ടുള്ള, അക്രമായിട്ടുള്ള കാര്യമാണ് ദുആ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ലം യസ്അലില്ലാഹ യഗ്ദബ അലൈഹി. ആരെങ്കിലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ, ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലാഹുവിനോട് ചോദിച്ചിട്ടില്ല എങ്കിൽ യഗ്ദബ അലൈഹി, അല്ലാഹു അവനോട് കോപിക്കും, അല്ലാഹു അവനോട് ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഗളബ്, അല്ലാഹുവിന്റെ ദേഷ്യം, കോപം അവനിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ കോപം, അത് മുഖേന ഉണ്ടാകുന്ന കോപത്തിൽ നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹുവിനോട് ധാരാളം ചോദിക്കുക എന്നുള്ളതാണ് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യം. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ ചോദിക്കുന്നത് വെറുപ്പാണ്. അല്ലാഹു അവനോടുള്ള ചോദ്യം നിർത്തിയാൽ അല്ലാഹുവിന് ദേഷ്യമാണ്. ആ ഹദീസിൽ വന്നിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞ ഹദീസാണ്.
മൻ ലം യസ്അലില്ലാഹ യഗ്ളബു അലൈഹി. അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു. നീ അല്ലാഹുവിനോടുള്ള ചോദ്യം നിർത്തിയാൽ, അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന നിർത്തിയാൽ അല്ലാഹു അതിന്റെ പേരിൽ കോപിക്കും. വബുനയ്യു ആദമ ഹീന യസ്അലു യഗ്ളബു ഹീന യുസ്അലു യഗ്ളബു. എന്നാൽ ആദമിന്റെ പുത്രൻ അവനോട് വല്ലതും ചോദിച്ചാൽ അവന് ദേഷ്യൻ. മനുഷ്യന്മാരങ്ങനെയാണ്, അവരോട് വല്ലതും ചോദിച്ചാൽ 1-2 പ്രാവശ്യം ചോദിച്ചാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ ആദ്യ സമയത്ത് ചോദിക്കുമ്പോൾ തന്നെ പ്രശ്നമായിരിക്കും. കൂടുതൽ ചോദിക്കുന്നത് മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ല, അവർക്ക് ദേഷ്യൻ. പക്ഷെ അള്ളാഹു നേരെ തിരിച്ചാണ്. അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല എങ്കിലാണ് അള്ളാഹുവിന് ദേഷ്യം, മനുഷ്യന്മാർ നേരെ തിരിച്ചുമാണ് എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അള്ളാഹുവിനോട് നമ്മൾ ചോദ്യം, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന നമ്മൾ നിർത്തിയാൽ അതിന്റെ പേരിൽ അള്ളാഹു നമ്മളോട് കോപിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ലാത്തൊരു സന്ദർഭം ഉണ്ടാകാൻ പാടില്ല. അവന്റെ ഏത് കാര്യം അവൻ തീരുമാനിക്കുമ്പോഴും, അതുപോലെ തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഏത് മേഖലയിലും അവൻ പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥന മനസ്സെങ്കിലും ഏറ്റവും ചുരുങ്ങിയ ഉണ്ടായിരിക്കണം. അങ്ങനെ ആയിരിക്കണം സത്യവിശ്വാസി മുന്നോട്ട് പോകേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അഅജസുൻ നാസി മൻ അജസ അനി ദുആ. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അശക്തൻ, ഏറ്റവും ശക്തിയില്ലാത്തവൻ, കഴിവ് കെട്ടവൻ മൻ അജസ അനി ദുആ, പ്രാർത്ഥനയിൽ നിന്ന് അശക്തനായവനാണ്. അവന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അവന് പ്രാർത്ഥിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്തല്ല, അവനാണ് ഏറ്റവും അശക്തൻ. പ്രാർത്ഥനയിൽ നിന്ന് അശക്തനായവനാണ് ഏറ്റവും ശക്തിയില്ലാത്തവൻ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പിശുക്കൻ എന്ന് പറഞ്ഞാൽ സലാം പറയാൻ പിശുക്ക് കാണിക്കുന്നവനാണ്. മുസ്ലിങ്ങളോട് സലാം പറയുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വിഷയം പ്രാർത്ഥനയാണ്. ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അയാൾക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്തല്ല. ദുആ എന്ന് പറയുന്ന മഹത്തായ ഇബാദത്തിനെ സംബന്ധിച്ച് അവൻ അശ്രദ്ധനാണ്, അവൻ ഏറ്റവും അശക്തനാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു തആല സത്യവിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട ഗുണമായി കൊണ്ടാണ് അത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മുത്തഖികളായിട്ടുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ ഒരു ഗുണമായിക്കൊണ്ടാണ്, സിഫത്തായിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മയുടെ വിഷയത്തിൽ അവർ വളരെ വേഗത കാണിക്കുന്നവരാണ്, മുസാറഅ കാണിക്കുന്നവരാണ്. നന്മ ചെയ്യാൻ അവർക്ക് അതിയായ താല്പര്യമാണ്. വയദ്ഊനന റഗബൻ വറഹബ. അവർ നമ്മോട് ദുആ ചെയ്യും വളരെ പ്രതീക്ഷയോടും പേടിയോടും കൂടി. റജാഉം ഖൗഫും ഒന്നിച്ച് അവരുടെ മനസ്സിലുണ്ടാകും. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകും, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള പേടി ഉണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ, അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷ. അങ്ങനെ നമ്മളോട് പ്രാർത്ഥിക്കുന്നവനാണ് അവർ. വകാനൂ ലനാ ഖാശിഈൻ. നമ്മളോട് ഖുശൂഅ് കാണിക്കുന്നവരാണ്, ഭയഭക്തി കാണിക്കുന്നവരാണ് ഇക്കൂട്ടർ സത്യവിശ്വാസികളായിട്ടുള്ള മുത്തഖികളായിട്ടുള്ള ആളുകൾ എന്നാണ് അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സത്യവിശ്വാസികളുടെ അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള നല്ല അടിമകളുടെ ഒരു വിശേഷണമായി കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനോട് പ്രതീക്ഷ വെച്ചുകൊണ്ട്, പ്രതീക്ഷയോടും ഭയപ്പാടോടും കൂടി അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല നമ്മളെ പരിഗണിക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ വചനമാണ്, ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ റബ്ബ് നിങ്ങളെ എന്ത് പരിഗണന വെക്കാനാണ്? അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്നത്, എന്റെ റബ്ബ് നമ്മളെ പരിഗണിക്കുന്നത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ പരിഗണന ലഭിക്കുക എന്നുള്ളത് അത് ദുആയിലൂടെയാണ് എന്ന് അല്ലാഹു തആല തന്നെ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തെ വചനത്തിലൂടെ വ്യക്തമാക്കി. ഇതും ദുആ എന്ന് പറയുന്ന മഹത്തായ ഇബാദത്തിന്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വിഷയമാണ് അള്ളാഹുവിനോട് ധാരാളം ചോദിക്കണം എന്നുള്ളത്. അല്ലാഹു പറഞ്ഞു സൂറത്തുൻ നിസായിൽ, വസ്അലുല്ലാഹ മിൻ ഫദ്ലി ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ. നിങ്ങൾ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഫദ്ലിൽ നിന്ന് ചോദിക്കണം, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിങ്ങൾ ചോദിക്കണം.
തീർച്ചയായും അല്ലാഹു തആല എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവുള്ളവനാണ്. അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന്, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന്, വസ്അലു മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന് നിങ്ങൾ ചോദിക്കണമെന്നുള്ള കൽപ്പന, ആ ഒരു പ്രോത്സാഹനം അല്ലാഹു തആല നൽകുകയാണ്. അല്ലാഹുവിനോട് ചോദിക്കാനാണ് അല്ലാഹു പറയുന്നത്. എത്ര ചോദിച്ചാലും അല്ലാഹുവിന്റെ തീരുകയില്ല. യദുല്ലാഹി മൽആ, അല്ലാഹുവിന്റെ കരം എന്ന് പറഞ്ഞാൽ നിറഞ്ഞതാണ്. രാവും പകലും അല്ലാഹു ചെലവഴിച്ചാലും ഒന്നും തന്നെ അതിൽ നിന്ന് കുറഞ്ഞു പോകുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ അടുത്തുള്ള സാധനമൊക്കെ, നിങ്ങളുടെ അടുത്തുള്ളതൊക്കെ തീർന്നു പോകും. വമാ ഇൻദല്ലാഹി ബാഖ്, എന്നാൽ അല്ലാഹുവിന്റെ അടുത്തുള്ളത് എന്നും നിലനിൽക്കുന്നതാണ്. അല്ലാഹുവിന്റെ തീർന്നു പോകൂല. അല്ലാഹുവിനോട് നമ്മൾ എത്ര ചോദിച്ചാലും, ഈ ലോകത്തിലെ ആളുകളൊക്കെ ഒന്നിച്ച് ചോദിച്ചാലും അല്ലാഹുവിന്റെ അടുത്തുള്ളത് ഒന്നും കുറഞ്ഞു പോകുകയില്ല. അല്ലാഹുവിന്റെ ഫദ്ൽ അത് കുറഞ്ഞു പോകുന്നതല്ല, അത് നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും പറഞ്ഞു. അല്ലാഹു തആല തന്നെ ഒരു ഖുദ്സിയായ ദീർഘമായിട്ടുള്ള ഹദീസിൽ പറഞ്ഞ വചനം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അല്ലാഹു തആല പറയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ضالٌ ഇല്ലാ മൻ ഹദൈതുഹു, നിങ്ങളൊക്കെ പിഴച്ചവരാണ്, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ, ഞാൻ ഹിദായത്ത് നൽകിയവരൊഴികെ ബാക്കിയുള്ളവരൊക്കെ പിഴച്ചവരാണ്, ളലാലത്തിലാണ്. ഫസ്തഹ്ദൂനി അഹ്ദികും, നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. ഹിദായത്തിനെ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. വീണ്ടും അല്ലാഹു പറയാണ്, യാ ഇബാദി കുല്ലുക്കും ജായിഉൻ, എന്റെ അടിമകളെ നിങ്ങളൊക്കെ വിശക്കുന്നവരാണ്, ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവനൊഴികെ. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഫസ്തത്ഇമൂനി, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കണം, ഉത്ഇംകും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകും. നിങ്ങൾ എന്നോട് ഭക്ഷണം, എന്നോട് റിസ്ക് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് റിസ്ക് നൽകും. യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു, നിങ്ങളൊക്കെ നഗ്നരാണ്, വസ്ത്രമില്ലാത്തവരാണ്, ഞാൻ വസ്ത്രം നൽകിയവരൊഴികെ. അതുകൊണ്ട് ഫസ്തക്സൂനി അക്സുക്കും, വസ്ത്രത്തിന്റെ കാര്യം നിങ്ങൾ എന്നോട് ചോദിക്കുകയും ഞാൻ നിങ്ങൾക്ക് വസ്ത്രം നൽകും, നിങ്ങളെ ഞാൻ ധരിപ്പിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും ജിന്നുകളും മനുഷ്യരും ഒക്കെ ഖാമു ഫീ സഈദിൻ വാഹിദിൻ, അവരൊക്കെ ഒരൊറ്റ മരുഭൂമിയിൽ ഒരുമിച്ചുകൂടി, അവരൊക്കെ മരുഭൂമിയിൽ ഒരുമിച്ച് നിന്നു. ഫസഅലൂനി, എന്നിട്ട് അവരൊക്കെ ഒന്നിച്ച് എന്നോട് ചോദിക്കുകയാണ്. ഈ ലോകത്തിലെ എല്ലാ ആളുകളും ജിന്നുകളും മനുഷ്യരൊക്കെ എന്നോട് ചോദിക്കുകയാണ്. ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, ചോദിച്ചവർക്കൊക്കെ ഞാൻ അവർക്ക് അവരുടെ എന്താണ് അവരുടെ ആവശ്യം അതൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു. അതൊക്കെ കൊടുത്താലും മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇലാ ഉദ്ഖിലൽ ബഹർ, എന്റെ ഔദാര്യത്തിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകൂല. എത്രയല്ലാതെ ഒരു സമുദ്രത്തിലേക്ക് ഒരു സൂചി ഇങ്ങനെ ചായത്തി പൊക്കിയാൽ എത്ര ആ സമുദ്രത്തിൽ നിന്ന് വെള്ളം ആ സൂചിയിൽ തങ്ങുള്ളൂ? വളരെ കുറച്ച് മാത്രം, അത്ര എന്നിൽ നിന്ന് കുറയുള്ളൂ, അല്ലാതെ ഒന്നും കുറയാനില്ല. ഈ ലോകത്തിലെ എല്ലാ ആളുകളും ഒന്നിച്ചെന്നോട് എന്താവശ്യപ്പെട്ടാലും അതൊക്കെ ഞാൻ നൽകിയാലും എന്നിൽ നിന്നൊന്നും കുറയാനില്ല, എന്റെ ഫദ്ലിൽ നിന്നൊന്നും കുറയാനില്ല, എന്റെ ഖജനാവിൽ നിന്നൊന്നും കുറയാനില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയും ചോദിക്കുക എന്നുള്ള അല്ലാഹുവിന് ഇഷ്ടമാണ്. എത്രയും ചോദിക്കുക, എന്ത് ചോദിക്കുക, ദുനിയാവിനെ സംബന്ധിച്ചും ആഖിറത്തിനെ സംബന്ധിച്ചൊക്കെ ചോദിക്കാം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫിൽ ഹദീസി ദലീലുൻ അലാ അന്ന അല്ലാഹ യുഹിബ്ബു അൻ യസ്അലഹു അൽ ഇബാദു ജമീഅ മസാലിഹി ദീനിഹിം വ ദുനിയാഹും. ഈ ആയത്തിൽ, ഈ ഹദീസിൽ തെളിവുണ്ട്, അല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമകൾ അവരുടെ ദുനിയാവിന്റെ വിഷയമാകട്ടെ ദീനിന്റെ വിഷയമാകട്ടെ, അവർക്ക് ദുനിയാവിലും ദീനിലും എന്തൊക്കെ മസ്ലഹത്തുകളുണ്ടോ, ഗുണങ്ങളുണ്ടോ, അതൊക്കെ അള്ളാഹുവിനോട് അടിമകൾ ചോദിക്കുക എന്നുള്ള അള്ളാഹുവിന് ഇഷ്ടാണെന്ന് ഈ ഹദീസിലുണ്ട്. മിന തആം വശറാബി വൽ കിസ്വ, ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ വെള്ളമാകട്ടെ, വഗൈരി ദാലിക്, അതല്ലാത്ത ഏത് ദുനിയാവിന്റെ വിഷയമാകട്ടെ, കമാ യസ്അലൂനഹുൽ ഹിദായത വൽ മഗ്ഫിറ, മഗ്ഫിറത്തും പാപമോചനവും ഹിദായത്തും ചോദിക്കുന്നത് പോലെ അള്ളാഹുവിന് ഇഷ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, ഭക്ഷണം കിട്ടാത്തവർ എന്നോട് ഭക്ഷണം ചോദിക്കട്ടെ, ഞാൻ അവർക്ക് ഭക്ഷണം നൽകും. വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പോ അള്ളാഹുവിന് ദുനിയാവിന്റെ വിഷയം ചോദിക്കുന്നതും ഇഷ്ടമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചോടത്ത് എത്ര ചോദിച്ചാലും അവന് പ്രശ്നമല്ല, ഏത് കാര്യം അവന് ചോദിക്കുന്നത് ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാനുള്ള ഒരു കാരണമാണ് ദുആ എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം.
അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സഅല അഹദുക്കും ഫൽയുക്തിർ. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം, ധാരാളമായി ചോദിക്കണം. ഫഇന്നമാ യസ്അലു റബ്ബഹു, കാരണം അവൻ ചോദിക്കുന്നത് അവന്റെ റബ്ബിനോടാണ്. എത്രയും ചോദിക്കാം, നിരന്തരം ചോദിക്കാം, ധാരാളമായി ചോദിക്കാം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രത്തോളം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാൻ സാധിക്കും, സലുല്ലാഹ കുല്ല ഷൈഇൻ, എല്ലാ കാര്യവും അല്ലാഹുവിനോട് ചോദിക്കും, എല്ലാ കാര്യത്തിലും അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഹത്ത ഷിസ്അ എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ ചെരുപ്പ് പൊട്ടി, ആ വാറ് നന്നാക്കണ കാര്യം, ചെരുപ്പിന്റെ വാറ് നന്നാക്കണ കാര്യം വരെ അവൻ അല്ലാഹുവിനോട് ചോദിക്കട്ടെ എന്നാണ്. എല്ലാ കാര്യം ചോദിക്കട്ടെ. ഒരു ചെറിയ വിഷയം, നമ്മളെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ആ വിഷയത്തിൽ പോലും അള്ളാഹുവിന്റെ സഹായം അവൻ ചോദിക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറയുന്നത്, ഫഇന്നല്ലാഹ ഇല്ലം യുയസ്സിർഹു ലം യതയസ്സർ. ആ വിഷയത്തിൽ അള്ളാഹു അവനൊരു എളുപ്പം നൽകിയിട്ടില്ലെങ്കിൽ ആ കാര്യം അവന് എളുപ്പാകൂല. അള്ളാഹു ആ ചെരുപ്പിന്റെ വാറിന്റെ വിഷയത്തിലാണെങ്കിൽ കൂടി അത് നന്നാക്കാൻ അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള ഒരു എളുപ്പം അവന് കിട്ടിയിട്ടില്ലെങ്കിൽ, അത് അള്ളാഹു എളുപ്പമാക്കിയിട്ടില്ലെങ്കിൽ അവനൊരു എളുപ്പം ഉണ്ടാകൂല. അതുകൊണ്ട് ആ വിഷയം പോലും നിങ്ങൾ ചോദിക്കണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ എന്ത് വിഷയവും എത്രയും ചോദിക്കാം അള്ളാഹുവിനോട്. അതിനൊക്കെ നമുക്ക് ഗുണമേ ഉള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ, ദുനിയാവിൽ അതിന് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ കൂടി നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഖൈറുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹിമിൻ. ഒരു മുസ്ലിം പ്രാർത്ഥിക്കുകയാണ്, ആ പ്രാർത്ഥനയിൽ ഒരു തിന്മയില്ല, അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്ന കാര്യം ആ പ്രാർത്ഥനയിലില്ല എങ്കിൽ ഇല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ, അല്ലാഹു തആല അവന് മൂന്നിലൊരു കാര്യം നൽകും. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസായിരിക്കും. ഒരു മുസ്ലിമായ അടിമ അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിൽ തിന്മയും കുടുംബബന്ധം മുറിക്കുന്ന കാര്യമില്ലെങ്കിൽ അല്ലാഹു തആല മൂന്നിൽ ഒരു രൂപത്തിൽ അവന് നൽകുമെന്ന് പറഞ്ഞു. ഇമ്മ അൻ തുഅജ്ജല ലഹു ദഅവതു, ഒന്നുകിൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം കിട്ടും. വഇമ്മ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, അല്ലെങ്കിൽ അത് പരലോകത്തേക്ക് അല്ലാഹു തആല മാറ്റിവെക്കും, പരലോകത്ത് അതിന് വമ്പിച്ച പ്രതിഫലം അവൻ അല്ലാഹു തആല രേഖപ്പെടുത്തും. വഇമ്മ യസ്രിഫ അൻഹു മിന അസ്സുഇ മിസ്ലഹാ, അല്ലെങ്കിൽ അവന് വരാനിരിക്കുന്ന ഒരു പ്രയാസം അല്ലാഹു തആല അവനിൽ നിന്ന് മാറ്റിക്കളയും. പ്രാർത്ഥിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവുമില്ല. ഈ മൂന്നാലൊരു രൂപത്തിലായിരിക്കും അള്ളാഹുവിന്റെ ഇജാബ, ഉത്തരം ഉണ്ടാകുക. ആ സമയത്ത് ഇത് പറഞ്ഞ സമയത്ത് സഹാബത്ത് പറഞ്ഞു, ഇദൻ നുക്സിർ, ഞങ്ങൾ ധാരാളമായി ഇനി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ധാരാളമായി ഞങ്ങൾ ഇനി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, കാരണം പ്രാർത്ഥിച്ചാൽ എന്തായിരുന്നാലും മെച്ചമാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്സർ, അള്ളാഹു ഏറ്റവും കൂടുതലുള്ളവനാണ്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കുറയാനില്ല, എല്ലാം നൽകാൻ അള്ളാഹുവിന് സാധിക്കുമെന്നുള്ളത്. അപ്പോ ഒരടിമ പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം കിട്ടുന്ന രൂപമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, കുല്ലു ദാഇൻ യുസ്തജാബു ലഹു, ഏത് പ്രാർത്ഥിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ഉത്തരം ഉണ്ടാവും, പ്രാർത്ഥിച്ചവന് ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. ലാകിൻ തതനവ്വഉൽ ഇജാബ, എന്നാൽ പ്രാർത്ഥനയുടെ ഉത്തരം വ്യത്യസ്തമായിരിക്കും. ഫതാറതൻ തഖഉ ബിഐനി മാ ദഅ ലഹു, ഫതാറതൻ തഖഉ ബിഐനി മാ ദഅ ബിഹി, ചിലപ്പോൾ അവന് പ്രാർത്ഥിച്ച കാര്യം തന്നെ കിട്ടും, അവൻ പ്രാർത്ഥിച്ച കാര്യം തന്നെ അവന് ഉത്തരമായി ലഭിക്കും. വചാറതൻ ബിഇവളിഹി, ചിലപ്പോൾ അതിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും കിട്ടുക. എന്തായിരുന്നാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന് ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കണം, അതിന് വമ്പിച്ച പ്രതിഫലമാണ് അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുള്ളത്, വലിയ ശ്രേഷ്ഠതയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ പതിവാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. നമ്മൾ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ്, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിളഹരിൽ ഗൈബ്, ഒരു മുസ്ലിമായ അടിമ തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട്, ബിളഹരിൽ ഗൈബ്, അവന്റെ അസാന്നിധ്യത്തിൽ.
അവന്റെ അസാന്നിധ്യത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇല്ല ഖാലൽ മലകു വലക ബിമിസ്ൽ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മറ്റൊരു റിവായത്തിൽ ഇല്ല ഖാലൽ മലകുൽ മുഅക്കലു ബിഹി ആമീൻ വലക ബിമിസ്ൽ. അല്ലാഹു തആല ഏൽപ്പിച്ച ഒരു മലക്കുണ്ട്, ആ മലക്ക് പറയും ആമീൻ എന്ന് പറയും, അല്ലാഹു നിനക്ക് ഉത്തരം നൽകട്ടെ എന്ന് പറയും. എന്നിട്ട് വലക ബിമിസ്ൽ, അതുപോലെ നിനക്കുമുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ നമ്മുടെ സഹോദരന് വേണ്ടി ഒരു ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മലക്ക് പറയും ആമീൻ എന്ന് പറഞ്ഞിട്ട് പറയും നിനക്കും ആ ഖൈർ ഉണ്ട് എന്ന് മലക്ക് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ഈ ഹദീസ് മനസ്സിലാക്കിയിട്ടുള്ള മഹാന്മാരായ മുൻഗാമികൾ ചെയ്യാറുള്ള ഒരു പ്രവർത്തനം ഇപ്രകാരമാണ്. വകാന ബഅദു സലഫ് ഇദാ അറാദ അൻ യദ്ഉ ലിനഫ്സിഹി. സലഫുകളായിട്ടുള്ള ആളുകൾ അവർക്ക് സ്വന്തത്തിന് വേണ്ടി വല്ല കാര്യവും പ്രാർത്ഥിക്കണമെന്ന് അവർ തീരുമാനിച്ചാൽ യദ്ഉ ലി അഖീഹിൽ മുസ്ലിം ബിതിൽക ദഅവ, അതേ പ്രാർത്ഥന അവർക്ക് പറയാനുള്ള കാര്യം തന്റെ സഹോദരന് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. ലിയദ്ഉ ലഹുൽ മലകു ബിമിസ്ലിഹ, എന്തിനു വേണ്ടിയിട്ടാണ്? മലക്ക് അതുപോലെ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. ഫയകൂനു അഅ്വന ലിൽ ഇസ്തിജാബ, അത് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വളരെ സഹായകമാകും. അങ്ങനെ സലഫുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് അവർക്കൊരു കാര്യം പ്രാർത്ഥിക്കണമെന്നുണ്ട്, അപ്പൊ അവർ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യും? ഇതേ പ്രയാസമുള്ള തന്റെ സഹോദരൻ അല്ലെങ്കിൽ അവർ ചോദിക്കാൻ പോകുന്ന വിഷയം തന്റെ സഹോദരന് വേണ്ടിയിട്ട് ചോദിക്കും. അപ്പൊ മലക്ക് ആമീൻ വലക ബിമിസ്ൽ എന്ന് പറയും. ഉദാഹരണം, നമുക്ക് കടണ്ട്, പ്രയാസത്തിലാണ്. അപ്പൊ നമ്മുടെ കടത്തിൽ പ്രയാസപ്പെടുന്ന മറ്റൊരു മുസ്ലിം സഹോദരന് വേണ്ടിയിട്ട് അള്ളാഹു അവന്റെ കടം നീ വിട്ടണമേ, അതിനുള്ള സഹായം നീ നൽകണമെന്ന് പ്രാർത്ഥിച്ചാൽ മലക്ക് ആമീൻ എന്ന് പറയും വലക ബിമിസ്ൽ എന്ന് മലക്ക് പ്രാർത്ഥിച്ചാൽ അവന്റെ കടം, അവന്റെ പ്രയാസത്തിന് വേണ്ടി മലക്ക് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ വല്ലാത്തൊരു ഖൈറാണ്. സലഫുകളായിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും വിഷയം പ്രാർത്ഥിക്കാണ്ടെങ്കിൽ അതേ വിഷയം തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ആ ഖൈറ് അവർക്ക് ലഭിക്കും. മാത്രമല്ല മലായിക്കത്തുകളുടെ പ്രാർത്ഥന കൂടി അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ അവർ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദുആഉൽ അഖി ലി അഖീഹി, ഒരു സഹോദരൻ തന്റെ സഹോദരന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്നുള്ളത് ബിളഹ്രിൽ ഗൈബി, അവന്റെ അസാന്നിധ്യത്തിൽ ലാ യുറദ്ദു, അത് തള്ളപ്പെടുകയില്ല. തന്റെ സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും, അത് തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ പ്രാർത്ഥന എന്ന് പറയുന്ന ഈ മഹത്തായ ഇബാദ, അഫ്ദലുൽ ഇബാദ, ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ദീർഘമായി പ്രാർത്ഥിക്കുക. നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയ മരണം സംഭവിച്ചു, നമുക്കൊരു പരീക്ഷണം ഉണ്ടായി, ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ധാരാളമായി കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് പ്രകാരമാണ്, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദായിദി വൽ ഖുറബ്, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയത്ത്, പ്രയാസമുള്ള സമയത്ത്, പരീക്ഷണമുള്ള സമയത്ത് അള്ളാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ കാര്യം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവൻ ചെയ്യേണ്ടത്? പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹു ഉത്തരം നൽകണം. അതിനെന്താ ചെയ്യേണ്ടത്? അവന് സമൃദ്ധി ഉണ്ടാകുമ്പോ, അവന് സുഖം ഉണ്ടാകുമ്പോ, അവൻ നല്ല ഖൈറിലായിരിക്കുമ്പോ, അവന് യാതൊരു പ്രയാസമില്ലാത്ത സമയത്ത് പ്രാർത്ഥന അവൻ അധികരിപ്പിക്കണം. ബുദ്ധിമുട്ടും പ്രയാസമില്ലാത്ത സമയത്ത് പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. എങ്കിൽ അവന് പ്രയാസമുണ്ടാകുമ്പോ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോ അള്ളാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രയാസമുണ്ടാകുന്ന സന്ദർഭത്തിലും അതുപോലെ തന്നെ നമുക്ക് സന്തോഷമുണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിൽ വളരെ സുഖമുണ്ടാകുന്ന, യാതൊരു പ്രയാസമില്ലാത്ത സന്ദർഭത്തിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നമ്മൾ അലംഭാവം കാണിക്കാൻ പാടില്ല. ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകും, അതുപോലെ തന്നെ ദുഃഖം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, അതുപോലെ തന്നെ സൗകര്യങ്ങൾ ഉണ്ടാകും. ഈ രണ്ട് രൂപത്തിലാണ് നമ്മുടെ ജീവിതം പോവുക. ഈ രണ്ട് സന്ദർഭത്തിലും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് പ്രാർത്ഥന എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും അത് ഉണ്ടാകണം. പ്രാർത്ഥന എന്ന ഇബാദത്തിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ആളുകൾ വ്യത്യസ്തമായ രൂപത്തിലാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകൾ, ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് പുറമെ മറ്റു സൃഷ്ടികളെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിർക്ക് ചെയ്തിട്ടുള്ള മഹാ നിർഭാഗ്യവാന്മാരായിട്ടുള്ള, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടിട്ടുള്ള മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ. മൂന്നാമത്തെ വിഭാഗത്തിൽ നമ്മൾ ഒരിക്കലും പെട്ടുകൂടാ. ആദ്യത്തെ വിഭാഗത്തിലാണ് പെടേണ്ടത്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ തീരെ പ്രാർത്ഥിക്കൂല.
മുസ്ലിം ഉമ്മത്ത് മുസ്ലിം പേരിൽ ഒരുപാട് ആളുകളിൽ സംഭവിക്കുന്ന കാര്യമാണിത്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ അവർക്ക് ശ്രദ്ധയുണ്ടാവുകയില്ല. പ്രാർത്ഥന എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.